പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സുഖമായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഓരോ ദിവസവും പരിശുദ്ധാത്മാവ് തൻ്റെ ദിവ്യ സമാധാനത്താൽ നിങ്ങളെ നയിക്കുമാറാകട്ടെ. യിരെമ്യാ പ്രവചനം 33-ാം അധ്യായം അതിൻ്റെ 3-ാം വചനം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, നമുക്കെല്ലാം അറിയാം. മിക്കവാറും നമ്മുടെ പ്രാർത്ഥനയിൽ നാം അത് കോട്ട് ചെയ്യാറുണ്ട്. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നത്: എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായുമുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. അറിയാതെ ഇരുന്ന് നടത്തുന്നൊരു ജൽപ്പനമായി പ്രാർത്ഥന തീരാറുണ്ടോ എന്ന് നാം നമ്മെ തന്നെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. പ്രാർത്ഥനയിൽ കർത്താവ് മറ്റാർക്കും വെളിപ്പെടുത്തി കൊടുക്കാത്ത അനേക ഹൃദയ രഹസ്യങ്ങളെ നമ്മളെ അറിയിക്കുന്ന നിമിഷങ്ങളാ. പത്മോസിന്റെ ദ്വീപിൽ യോഹന്നാൻ കർത്താവും ഒറ്റയ്ക്കായിരുന്നപ്പോൾ, അതായത് കർത്താവിന് യോഹന്നാനെ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ ആർക്കും അതുവരെ പറഞ്ഞു കൊടുക്കാത്ത അനേക ഹൃദയ രഹസ്യങ്ങൾ യോഹന്നാന്റെ മുമ്പിൽ തുറന്നു കാട്ടി. പ്രിയപ്പെട്ടവരെ, ഇതുവരെ ആർക്കും പറഞ്ഞു കൊടുക്കാത്ത, ആരോടും പങ്കുവെച്ചിട്ടില്ലാത്ത തന്റെ ചില ഹൃദയ രഹസ്യങ്ങൾ, അഗോചരമായ മഹത്തായ ചില വലിയ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരുവാൻ, പങ്കുവെക്കുവാൻ കർത്താവിനേറെ ഇഷ്ടമുണ്ട്. കർത്താവുമായി ഒറ്റയ്ക്കുന്ന സമയം ചെലവഴിക്കാൻ തീരുമാനിക്കാമോ? ഹൃദയം തുറന്ന് കർത്താവുമായി ഒന്ന് സംസാരിക്കുവാൻ അല്പസമയം മാറ്റിവെക്കാമോ? നിങ്ങളെ ഒറ്റയ്ക്ക് കർത്താവിന് വേണം. നിങ്ങൾ വിളിച്ചപേക്ഷിക്കുക, അവിടുന്ന് ഉത്തരമരുളും. ചില ഹൃദയ രഹസ്യങ്ങളെ ഈ ദിവസങ്ങളിൽ കൈമാറും. അവിടെ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: അൺസർച്ചബിൾ തിങ്സ്, റിമാർക്കബിൾ സീക്രറ്റ്സ്. അതെ, ആരും കണ്ടെത്തിയില്ലാത്ത ചില രഹസ്യങ്ങൾ നിങ്ങൾക്ക് സ്വർഗം വെളിപ്പെടുത്തും. ചില മർമ്മങ്ങൾ, ചില മിസ്റ്ററീസ് നിങ്ങൾക്കായി സ്വർഗം ഒരുക്കിയിട്ടുണ്ട്. അത് നിങ്ങളും കർത്താവുമായി ഒറ്റയ്ക്ക് ചെലവഴിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനാ നിമിഷങ്ങളിൽ കർത്താവ് നിങ്ങളെ ഏൽപ്പിക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ഞങ്ങൾ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങയുടെ ചില ഹൃദയ രഹസ്യങ്ങൾ, മഹത്തായും അഗോചരമായുമുള്ള ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ വെളിപ്പെടുത്തി തരണമേ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് അങ്ങയോട് ഒത്തിരി ഇഷ്ടമാ. ഈ ലോകത്തിൽ മറ്റാരോട് കൂടെ സമയം ചെലവഴിക്കുന്നതിനേക്കാൾ അധികം അങ്ങയോട് കൂടെ ഇരിപ്പാൻ ഞങ്ങൾക്ക് കൊതിയാ നാഥ. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ പ്രിയരെ എല്ലാം ഞാൻ ബ്ലെസ് ചെയ്യുന്നു. മഹത്വ അപ്പായ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. Bless you.